പ്രഗ്നൻസിയിൽ ഗർഭിണികൾക്കുണ്ടാവുന്ന മസിൽ ക്രാംസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒത്തിരിയേറെ ഗർഭിണികൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ പോലും പറ്റാത്ത ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് മസിൽ കയറുക അല്ലെങ്കിൽ മസിൽ പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് പലരും ഒപ്പിയിൽ വരാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇത് പ്രഗ്നൻസിയുടെ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററുകളിലാണ് കാണപ്പെടുന്നത്. പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത്, പ്രഗ്നൻസിയിൽ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് വെയിറ്റ് കാലിലോട്ട് കൂടുതലായിട്ട് സ്ട്രെയിൻ, ലെഗ് മസിൽസിന് കൂടുതൽ സ്ട്രെയിൻ വരുന്നു. അത് കാരണം മസിൽ ക്രാംസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ രക്തയോട്ടത്തിലുള്ള വ്യതിയാനങ്ങൾ കാണാറുണ്ട് പ്രഗ്നൻസിയിൽ. അങ്ങനെ രക്തയോട്ടത്തിലുള്ള വ്യതിയാനം കണ്ടാലും മസിൽ ക്രാംസ് ഉണ്ടാവാറുണ്ട്. മറ്റ് ചില ഗർഭിണികളിൽ അവരെടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ കുറവാണെങ്കിൽ ഡീഹൈഡ്രേഷൻ കാരണവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. മറ്റൊരു കാരണം, ചിലർക്ക് കാൽസ്യം, മഗ്നീഷ്യം എന്നിങ്ങനെയുള്ള ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഇങ്ങനെയുള്ള സിംറ്റംസ് പ്രഗ്നൻസിയിൽ ഉണ്ടാവാറുണ്ട്. കൂടുതലും നൈറ്റ് ടൈമിലാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിടക്കുന്നതിന് മുമ്പ് കാലിൽ ചെറിയ സ്ട്രെച്ചസ് അല്ലെങ്കിൽ ജെൻറ്റിൽ സ്ട്രെച്ചസ് ഒക്കെ ചെയ്തതിന് ശേഷം കിടക്കുക. കുറച്ച് നേരം എഴുന്നേറ്റ് നടക്കുക. എഴുന്നേറ്റ് നടക്കുമ്പോൾ കാലിലേക്കുള്ള രക്തയോട്ടം ഇമ്പ്രൂവ് ആകാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. ഹൈഡ്രേഷൻ കുറയുമ്പോഴും ചിലർക്ക് ഇത് കാണാറുണ്ട്. പിന്നെ ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാൽസ്യവും മഗ്നീഷ്യവും നന്നായിട്ടുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക. പ്രധാനമായിട്ടും പാല്, തൈര്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നട്ട്സ്, സീഡ്സ്, ബനാന, ഇതൊക്കെ കാൽസ്യം മഗ്നീഷ്യം ഒക്കെ നന്നായി അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇതൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇതുകൊണ്ടൊന്നും നമ്മുടെ സിംറ്റംസ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിരിക്കേണ്ടതാണ്. അവരുടെ നിർദ്ദേശപ്രകാരം നമുക്ക് കാൽസ്യം, മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് നമുക്ക് പ്രഗ്നൻസിയിൽ സേഫായിട്ട് എടുക്കാവുന്നതാണ്.